പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രവിപുരത്തുള്ള ബെന്നി റോയൽ ടൂൾസിലാണ് ഇപ്പോഴുള്ളത്. ബെന്നിയുടെ സ്ഥാപനത്തിൽ. ഓക്കെ, താങ്ക് യു. എന്താ പേര്? തീർത്ഥ. ഓക്കെ, അപ്പോ നമ്മുടെ ബെന്നി അതേ ഇവിടെ ഉണ്ട്. വലിയ വെടിക്കെട്ടും പുകയൊക്കെയാണ്. ബെന്നി, താങ്കളുടെ സ്ഥാപനത്തിൽ വരാൻ പറ്റിയത് വളരെ സന്തോഷം. നമ്മുടെ കേരളത്തിന്റെ മാധ്യമത്തിന്റെ അധികായകനെ നമ്മുടെ ബെന്നീസിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതിലും അപ്പുറം നമുക്ക് എന്ത് സന്തോഷം. എന്തായാലും ബെന്നി ടൂൾസിന്റെ പരമാത്മാവും ജീവാത്മാവും ഒക്കെ ബെന്നിയാണ്. അദ്ദേഹം വിദേശ നാടുകളിലേക്കൊക്കെ ഒരുപാട് റെസ്പോൺസിബിൾ ടൂർ സംഘടിപ്പിക്കുന്ന ആൾ തന്നെയാണ്. നമ്മളുമായിട്ട് വളരെ വലിയ സഹകരണമാണ്. പ്രത്യേകിച്ച് SKN40 എന്നുള്ള ഈ യാത്രയ്ക്ക് വലിയ സഹായം അയാൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു 14 ജില്ലകളിൽ നടക്കുന്ന ഒരു നറുക്കെടുപ്പിലൂടെ 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച് അദ്ദേഹം 14 വിജയികളെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ, സിംഗപ്പൂരിലേക്ക്. സിംഗപ്പൂരിലേക്ക് ക്രൂയിസ് യാത്രയാണ്. 1 ലക്ഷം വിലമതിക്കുന്ന യാത്രയാണ്. അത് 14 ജില്ലകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അതിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതിയോളം കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളും കൂടി എല്ലാം ഇതോടുകൂടി ഇത് ഈ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. നമ്മളൊരു 25-30 വർഷമായിട്ട് ഈ 3 പതിറ്റാണ്ടായിട്ട് ഈ ട്രാവൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവാനുഗ്രഹത്താൽ കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പോ ഓക്കെ വെടികൾ പൊട്ടുക. ഓക്കെ, താങ്ക് യു. വലിയൊരു ഭാഗ്യമായിട്ട് പാസഞ്ചറിനെ പ്രതിനിധീകരിച്ചാണ്. അപ്പൊ നമ്മളെ കേരളത്തിലെ ലഹരി യാത്രയാണ് ലഹരിയുടെ കേന്ദ്രത്തിലേക്കാണ് എത്തിയത്. അതാണ് യാത്രയാണ് ലഹരി. യാത്രയാണ് ലഹരി. കംപ്ലീറ്റ് പോകച്ച് തകർത്തുകൾ. ഓക്കെ. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടൂറുകൾ സംഘടിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ SKN40. അതിന് വലിയ പിൻബലമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുക. പ്രത്യേകിച്ച് യാത്രയാണ് ലഹരി, മറ്റുള്ള ലഹരികൾ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു. അത് ഗംഭീരമായി. ഓക്കെ, നമസ്തേ. വിജയ് ഭവ. ഞങ്ങള് ന്യൂസ് കാണാൻ. ഓക്കെ, സന്തോഷം. അപ്പൊ മുഴുവനൂടെ അലങ്കരിച്ചിരിക്കുക അല്ലേ? പിന്നെന്താ, ഞങ്ങളുടെ വലിയൊരു സന്തോഷല്ലേ ഇങ്ങനെയൊക്കെ ഒരു. ഞങ്ങൾക്കൊരു സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം. മാത്രമല്ല അവര് കൈയടിച്ചുള്ള അവരുടെ ഊർജ്ജം. വിജയം പിടിച്ചു പോയോ? നമ്മള് ഞെട്ടിപ്പോയി. ആദ്യമാ ഇങ്ങനെയൊക്കെ ചെന്ന് ഇതിനകത്ത് ചാടുന്നു. അതെ, റേജിത്തിനാകെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ എല്ലാം കൊണ്ടും വളരെ സന്തോഷം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട് അല്ലേ? അപ്പൊ നമ്മള് ലൈവായിട്ട് പ്രേക്ഷകർ ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരൂ, പറഞ്ഞോളൂ. Good afternoon, everyone. It is my absolute pleasure to welcome every special individual to our gathering today. On behalf of Benny's Royal Tours, we extend a warm welcome to our esteemed chief guest, Sri Srikandan Nair sir. It brings us immense joy and pride to have you here with us today, sir. Thank you. Srikandan Nair sir is a distinguished media personality, television anchor and journalist renowned for hosting popular Malayalam TV shows such as Nammal Thammil and Oru Nimisham. He currently serves as a managing director of Flowers TV and 24 News. His contribution to the media industry have been significant, earning him numerous accolades and recognition. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ നയിക്കുന്ന ലഹരി വിമുക്ത കേരളം യാത്രയ്ക്ക് ബെന്നീസിന്റെ ആശംസകൾ. ഇന്ന് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ബെന്നീസ് റോയൽ ടൂർസിലേക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിജയം കൊടുത്തു വരണം. അനുഭവങ്ങൾ ലഹരി വിമുക്ത കേരളത്തിൽ
വികസനത്തിന് ലക്ഷ്യമായി കൂട്ടിയെടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം പ്രാവർത്തികമാക്കാൻ നിങ്ങൾ രണ്ടുപേരും കൊടുത്താൽ മതി. രണ്ടുപേരും നീ പാരാ റീജിത്തും ഒരാളൂടെ കൊടുത്തിട്ട്. റീജിത്ത് ഒരാളൂടെ നിങ്ങളുടെ മാനേജ്മെന്റില്. അല്ലേ നിങ്ങൾ രണ്ടോ കൊടുത്ത് അല്ലേ നിങ്ങളല്ലേ ഇതിന്റെ ആള്, ജീവാത്മാവും പരമാത്മാവും അല്ലേ? ഓക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ ഉദ്ഘാടനമൊക്കെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടു. വളരെ സന്തോഷം. താങ്ക് യു. വിളക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് കുട്ടി കൊണ്ടുവന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇന്ന് ബെന്നീസിന്റെ ചരിത്രത്തില് എന്നും സ്വർണ്ണലിപികളിൽ എഴുതുന്ന ഒരു ദിവസമാണ്. കാരണം ഒരു ട്രാവൽ മേഖലയ്ക്ക് അദ്ദേഹം തരുന്ന വലിയ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഈ ട്രാവൽ മേഖലകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ രവിപുരത്ത് തന്നെ ഉള്ള ഈ ബെന്നീസ് ട്രാവൽസിന്റെ ഈ ആണോ? താങ്ക് യു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതും മാധ്യമരംഗത്തെ അതിഗായകൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് വഴികാട്ടി അദ്ദേഹം എന്തു ചെയ്യുന്നോ മറ്റുള്ളവരാണ് അത് ഫോളോ ചെയ്യുന്നത്. ആ വിധത്തിൽ മാധ്യമരംഗത്തിന്റെ ഗതി മാറ്റിയതാണ് SKന്റെ പ്രവേശനം എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാം. അദ്ദേഹം ഇന്ന് മാധ്യമരംഗത്തിന് മാത്രമല്ല, സർവോപരി അദ്ദേഹം ഇന്ന് ഒരു സാമൂഹിക പ്രശ്നത്തിൽ അധിഷ്ഠിതമായി ഇന്ന് കേരള ജനത അനുഭവിക്കുന്ന ഈ വലിയ ഒരു മഹാവിപത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 40 വർഷത്തെ അദ്ദേഹത്തിന്റെ ഒരു ജൂബിലി പോലുള്ള ആ സമയം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് സംവേദിക്കുന്നു, ജനങ്ങളിൽ ഒരുവനായിട്ട് മാറുന്നു. ഇന്ന് ആ വലിയ ഒരു മുന്നേറ്റം ഇന്ന് ജനങ്ങൾ തന്നെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അതില് ഈ അവസരത്തില് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് പറയാനുള്ളത്, ഇന്ന് ലഹരിയുടെ കേന്ദ്രത്തിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ലഹരിയുടെ യാത്രയാകുന്ന ലഹരിയുടെ കേന്ദ്രത്തിലാണ് എത്തിച്ചേർക്കുന്നത്. അതാണ് സന്തോഷത്തോടെ ഇത് നിങ്ങളുടെ ലഹരി യാത്രയാകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. അനവധി യാത്രകൾ നിങ്ങൾ ചെയ്യുക, അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ഈ അനുഭവ സമ്പത്തൊക്കെയാണ് ഇന്ന് നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത്. അതുകൊണ്ട് യാത്രയാകട്ടെ നിങ്ങളുടെ ലഹരി എന്നാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ ഈ യാത്രയുടെ ഇന്നത്തെ ദിവസം, ഇന്ന് ഒരു വർഷത്തെ ഡിസംബർ 31 വരെയുള്ള 130 രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ശ്രീകണ്ഠൻ സാറെ നമ്മൾ പ്രത്യേകമായിട്ട് ക്ഷണിച്ചത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ തിരുനാളം ഇവിടെ കത്തിച്ചത്. ഇനി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടത്തുന്നത്. ഈ വർഷം കേരള ചരിത്രത്തിൽ ആദ്യമായി 20 പുതിയ ഡെസ്റ്റിനേഷന്, ആരും സംഘമായിട്ട് പോകാത്ത, ഇൻഡിവിജ്വലായിട്ട് പോയിട്ടുണ്ട്, സംഘമായി പോകാത്ത 20 പുതിയ ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ ഇപ്പോൾ ഈ യാത്രക്കാരുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പൊ നിലവിൽ ഞങ്ങൾക്ക് 110ഓളം രാജ്യങ്ങളിലേക്ക് സംഘമായി പോകാവുന്ന, അതും ഒറ്റയ്ക്കോ കൂട്ടമായോ പോകാവുന്ന ഒരു വലിയ ഒരു സംവിധാനം കേരള ടൂറിസത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ കമ്പനി ആരംഭിച്ചത് തന്നെ പാൻഡമിക് സമയത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങൾ ചെയ്യുന്നതിന് 24 ന്യൂസിന്റെയും അതുപോലെ ശ്രീകണ്ഠൻ സാറിന്റെയും തരുന്ന വലിയ ഒരു പിന്തുണ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് 2030ഓടുകൂടി ലോകം മുഴുവനും 200 രാജ്യങ്ങളിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കുക എന്ന ഒരു കമ്പനിയായി മാറുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ കാൽവെച്ചെടുക്കുന്നത്. ഓരോ വർഷവും 20 പുതിയ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഈ വർഷം ഞങ്ങൾ ചെയ്യുന്ന 20 പുതിയ രാജ്യങ്ങളുടെയും അതുപോലെ ഡിസംബർ വരെയുള്ള ഞങ്ങളുടെ ഈ പാക്കേജുകളുടെയും ഒഫീഷ്യൽ ഇനാഗുറേഷൻ ആണ് ശ്രീകണ്ഠൻ സാറെ കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രീകണ്ഠൻ സാറെ ഞങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളങ്ങനെ കാര്യമായിട്ട് ഒരുപാട് ഉദ്ഘാടനം നടത്തിയിട്ടില്ല. വളരെ അപൂർവമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയിട്ടുള്ളൂ. അതും ഒരു ടൂറിസ്റ്റിൽ ആദ്യ ഉദ്ഘാടനമാണ്. അപ്പം ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഞെക്കിയാൽ മതി അല്ലേ? ഓക്കെ. അപ്പം നമ്മള്
ഓക്കെ, ഗംഭീരമായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഓക്കെ. ഇത് ഈ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തോടൊപ്പം ഇനി 10 ദിവസം വെന്നീസിന്റെ ട്രാവൽ ഉത്സവ് കേരളത്തിൽ നടക്കുകയാണ്. കേരളത്തിലെ ഞങ്ങളുടെ 4 ബ്രാഞ്ചുകളില് ഈ ഒരു വർഷത്തെ യാത്രകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞങ്ങളെ കുറിച്ച് ഒരു പേര് ഞങ്ങള് ഒരു നല്ല രീതിയിൽ പ്രീമിയം ലെവലിലാണ് യാത്രകൾ കൊടുക്കുന്നത്. കാരണം ആളുകളുടെ ആഗ്രഹത്തിൽ ആളുകൾക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. ആ ടൂറുകൾ ഇന്ന് ഒരു വർഷത്തെ യാത്രകൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് ഞങ്ങൾ ഈ 10 ദിവസത്തില് ഈ യാത്രയുടെ ശ്രീകണ്ഠൻ സാറിന്റെ ഈ ലഹരി ഇതിനോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത്. ഇനിയുള്ള 10 ദിവസം വെന്നീസിലെ യാത്രയുടെ ഉത്സവമായിരിക്കും. ഡിസ്കൗണ്ട് 50,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഞങ്ങളുടെ ബുക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും, അത് ഫോണിലൂടെ ആയാലും നേരിട്ടോ ഒക്കെ ആയാലും ഞങ്ങളുടെ ഓഫീസിന് നാളെ ഞായറും തിങ്കളും ഉൾപ്പെടെ എല്ലാം ഞങ്ങളുടെ ഓഫീസ് തുറന്നിരിക്കും. അതിൽ നിങ്ങൾക്കും നേരിട്ട് വരാം. നിങ്ങളുടെ ആഗ്രഹങ്ങള്, നിങ്ങളുടെ ബുക്ക്, ഏത് യാത്രകൾ, ഏത് തെരഞ്ഞെടുക്കുക. ഇനി കിടൽ യാത്രകൾ വരുന്നുണ്ട്, അത് ഞങ്ങൾ ഇപ്പൊ അനൗൺസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അത് ഈ ദിവസങ്ങളിൽ ഞങ്ങളും അനൗൺസ് ചെയ്യും. ഇനി ശ്രീകണ്ഠൻ സാർ. അപ്പൊ പ്രിയമുള്ളവര്, നമ്മുടെ കേരളത്തിലുടനീളം 14 ജില്ലകളിൽ നമ്മൾ നടത്തുന്ന ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രവിപുരത്തെ ഈ വെന്നി ടൂറിസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും പുതിയ രാജ്യങ്ങളിലേക്കും യാത്ര തുടങ്ങിയെന്ന് അറിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സാമൂഹ്യ പഠനത്തിലും ടെലിവിഷനിലും ഒക്കെ കേട്ട് കേൾവിയുള്ളാത്ത രാജ്യങ്ങൾ, ഉഗാണ്ട പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര നടത്തുന്നു എന്ന് പറയുമ്പോൾ അതും യാത്ര ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വലിയൊരു സംഭവമാണ്. മാത്രമല്ല, ഈ സ്ഥാപനം മുന്നോട്ട് വയ്ക്കുന്ന യാത്രയാണ് ഏറ്റവും വലിയ ലഹരി. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെയൊക്കെ അറ്റൻഷൻ മാറ്റാൻ പറ്റുന്ന യാത്രകളും അതുപോലെ തന്നെ പുസ്തകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് ഈ രാസലഹരിയൊക്കെ വ്യാപകമാകുന്ന ഈ സമയത്ത് വളരെ നല്ലതാണ്. ശ്രീ ബെന്നി യഥാർത്ഥത്തിൽ ഈ കേരളത്തിലുടനീളം 24 വയ്ക്കുന്ന ഈ യാത്രയിൽ, അതായത് ഈ നമ്മുടെ കേരള റോഡ് ഷോയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സഹായം വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ 14 ജില്ലകളിലും നറുക്കിട്ടെടുത്ത് 14 ഭാഗ്യവാന്മാരെ അല്ലെങ്കിൽ ഭാഗ്യവതികളെ അദ്ദേഹം സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും വലിയ സ്വീകരണമാണ് നമ്മുടെ ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീ ബെന്നി തന്നെ നേരിട്ട് വന്ന് ചില സ്ഥലങ്ങളിലൊക്കെ നറുക്കെടുപ്പിന് സാക്ഷിയായി. അപ്പൊ ആളുകൾക്ക് വലിയ ആവേശം പകർന്നിട്ടുണ്ട്. അപ്പം കടക്കുന്ന ജില്ലകളിലെല്ലാം നമ്മൾ നറുക്കിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും വരുന്ന ആളുകളെ ആവേശഭരിതരാക്കുന്നുണ്ട്. ഈ സ്ഥാപനം ഞാൻ യഥാർത്ഥത്തിൽ ഈ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എനിക്ക് ചിലരുടെ പേടിയാ. കാര്യം ഈ സ്ഥാപനം നിലനിൽക്കുന്നതിൽ നിന്ന് വളരെ മുന്നോട്ട് ഗംഭീരമായിട്ട് പോയില്ലെങ്കിൽ എന്റെ കഴുത്തിൽ പിടിക്കാൻ ആള് വരുമല്ലോ. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അപ്പൊ എന്തായാലും ശ്രീ വെന്നി മഹാമനസ്കനായതുകൊണ്ട് ആ കൈ നീട്ടി വരില്ല എന്റെ കഴുത്തിലേക്ക് എന്നൊരു ധാരണ എനിക്കുണ്ട്. ഈ സ്ഥാപനം അദ്ദേഹത്തിന്റെ അധ്വാനം അതിലുണ്ട്. വലിയ കഠിനാധ്വാനിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം വലിയ രീതിയിൽ വിജയിക്കട്ടെ. ലോകമെമ്പാടും ഈ വെന്നി എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് കാര്യം വന്നപ്പോൾ ഉണ്ടായത് വെളിയിൽ പോയി വളരെ എനിക്ക് ഇഷ്ടമായി. കുറച്ച് പോകാൻ എന്റെ വയറിനുള്ളിലുമായി. ഓക്കെ, എന്തായാലും അതൊക്കെ ഗംഭീരമായി. ആകെ കൂടെ ഒരു ഉശിരൻ പ്രകടനമായിരുന്നു. കുട്ടികൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചു. അതിന്റെ ആവേശം പ്രകടമായിരുന്നു. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. താങ്ക് യു ശ്രീ ബെന്നി, ആൻഡ് താങ്ക് യു മൈ ഡിയർ കൊളീഗ്സ്. താങ്ക് യു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ സ്ഥാപനത്തെ നിങ്ങളുടെ അധ്വാനത്തിലൂടെ ശ്രീ ബെന്നിക്കൊപ്പം നിന്ന് ലോകം അറിയുന്ന ഒരു വലിയ വിഖ്യാത ടൂർ ഓപ്പറേറ്ററായിട്ട് മാറട്ടെ. അല്ലേ? താങ്ക് യു. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഓഫീസൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പാഞ്ഞു പോകണം. നമ്മുടെ ഓപ്പറേഷൻ എങ്ങനെയുണ്ട്? നമ്മുടെ ഓപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ ആണോ? നമ്മുടെ പേരെന്താ? ഇത്ര കാലമായി ഇവിടെ ആയിട്ട്? അതെ, ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഞങ്ങള് 7 കോണ്ടിനെന്റിനെ ബേസ് ചെയ്തിട്ട് 7 ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ ആ 7 ഡിപ്പാർട്ട്മെന്റാണ് ഞങ്ങളുടെ 7 കോണ്ടിനെന്റ്സിലെ 200 കൺട്രീസിന്. ഇതൊരു ഭൂഖണ്ഡം. ഇതൊക്കെ ഒരു ഭൂഖണ്ഡമാണ്. യൂറോപ്പ് അല്ലേ? ചുമ്മാതല്ല. അദ്ദേഹം ഇതിന്റെ ടീം ലീഡർ. അദ്ദേഹം യൂറോപ്പില് ഈ രാജ്യങ്ങളിലേക്ക് എങ്ങനെ പോകാം, അവിടുത്തെ രാജ്യങ്ങൾ എങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ, ടൂർ ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഗവേഷണം ചെയ്യുന്നത്. ഇതിന്റെ മൊത്തം ടീമും ഒക്കെ അതിനു വേണ്ടിയാണ് ഈ ഇത് കൊടുക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ 2-3 മുറിക്കുള്ളിൽ 7 ഭൂഖണ്ഡത്തെ ഒതുക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇത് ആഫ്രിക്ക. അത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയുടെ ടീം ലീഡറാണ് സിജിയാണ് അവര് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ടൂറുകളാണ്. ഇന്ത്യക്കാരാണ്.
അത് നന്നായി, അത് നന്നായി. ഇന്ത്യൻ ടൂറുകൾ. ഇന്ത്യയുടെ ചാർജ് ആർക്കാം? ഇന്ത്യയുടെ ലക്ഷ്മി ലക്ഷ്മി ഞങ്ങളുടെ ലക്ഷ്മിയാണ്. ലക്ഷ്മി സ്ഥാപനത്തിന് ലക്ഷ്മി ആകട്ടെ. ഇന്ത്യ ടൂറുകളാണ് ഇവിടെയും ചെയ്യണം. ഇനി അപ്പുറത്ത് മറ്റു കോണ്ടിനെന്റ്. അതെ അതെ. നമ്മളെ ഒന്ന് അടുത്ത് കാണാം. ഓക്കെ റെഡി. ഓക്കെ റെഡി. ആ നിങ്ങൾ ആഫ്രിക്കയല്ലേ? ആഫ്രിക്ക, ആഫ്രോ ഏഷ്യ ഉണ്ട്. ഏഷ്യയുടെ കുറെ ഭാഗങ്ങളും ഉണ്ട്. അപ്പൊ അത് ഉഗാണ്ട, ഉഗാണ്ട ഞങ്ങളാണ്. റുവാണ്ട അല്ല? അതെ സർ. പിന്നെ മഡഗാസ്കർ, റുവാണ്ട, എല്ലാ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സ് ഞങ്ങളാണ്. മഡഗാസ്കറിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. പിന്നെ അപ്പോ നന്നായി. ആ ഓക്കെ മെയിൻ ഓഫീസർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ഈ ലെവലാക്കിയിട്ട് കുറച്ച് കാലമായോ? ഇത് 5 വർഷം ഈ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ക്യാബിനൊക്കെ നമ്മളൊന്ന് കണ്ടേക്കാം കാര്യം. ഓക്കെ ഓക്കെ. ആ ഇവിടെയാണ് അങ്ങയുടെ ഇരിപ്പ്. മൊത്തം CCTV കവേർഡാണ്. ഓക്കെ. അപ്പൊ ഈ ഓൾറെഡി 110 രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതെന്തോ സാധനം? ഇതെന്തോ സാധനം? 110 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സോവനീർസ് ആണ്. ഓ ശരി ശരി. ഓക്കെ. എല്ലാ രാജ്യങ്ങളും ഇതുവരെ കവർ ചെയ്തേക്കണ 110 രാജ്യങ്ങളുടെ സോവനീർസ് ഇവിടെ ഉണ്ട്. ഓക്കെ നന്നായി. എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവരുടെ പേരാണ് ഇത് കണ്ട. എല്ലാം ഇത്രയധികം രാജ്യങ്ങൾ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് എൽ സാൽവഡോർ, ശ്രീലങ്ക, സൗത്ത് അമേരിക്കയിലൊക്കെ കിടന്ന് കറങ്ങുക കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത്ര അല്ലേ? ആഫ്രിക്കയിൽ നിന്ന് വന്ന പെൻഗ്വിന്റെ കോഴിമുട്ട, പെൻഗ്വിന്റെ മുട്ടയാണ് അത്. അങ്ങനെ ഇത് അങ്ങനെയാണ് നമ്മൾ ഇത് ഇവിടെ ഭൂമി കണ്ടില്ലേ. ഈ ഇത് വെച്ചുകൊണ്ട് നമ്മളെ ഓരോ കോണ്ടിനെന്റും ഇവിടെയാണ് ഫൈനലൈസേഷൻ. ഓരോ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ഓക്കെ ഓക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ എല്ലാം കൊള്ളാം അല്ലേ? ഇത് എന്റെ മറിയസ്. ഇത് ഞങ്ങൾ അപ്പൊ അവിടെ നമ്മള് 3 ഭൂഖണ്ഡം കണ്ടു. ഓക്കെ. ഏഷ്യയുടെ ചീഫ് ആരാ? ഏഷ്യയുടെ ചീഫ്. ഓക്കെ ഓക്കെ. ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് സ്വാഗതം. ഓക്കെ. ഏഷ്യ ഭൂഖണ്ഡാണ് ഇത്. നമ്മുടെ അക്കൗണ്ട്സ്. ബെന്നിയുടെ ധർമ്മപത്നി ഇവിടെ ധർമ്മപത്നി ഒഴിഞ്ഞു നിൽക്കുന്നു. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ? അതെ അതെ. ഓക്കെ. യാത്രയാണ് ലഹരി. കൂടെ തീർച്ചയായിട്ടും. അക്കൗണ്ട്സിന്റെ ചാർജ് ജോസഫ്. നിങ്ങളൊക്കെ ഏത് ഭൂഖണ്ഡം? ഞങ്ങളെല്ലാം അക്കൗണ്ട്സാ. അപ്പൊ രവിപുരം ഭൂഖണ്ഡം. ഇത് അക്കൗണ്ട്സ്. സോഷ്യൽ മീഡിയ നോക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കും. ഇത് US, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. ഓ ഹായ് അമേരിക്ക. അപ്പൊ നന്നായി, എല്ലാം നന്നായി. ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ വേണം ഒരു ടൂർ ഒരുക്കാനായിട്ട്. അപ്പൊ അവര് വലിയ മനുഷ്യൻ തന്നെ. നമ്മള് സാധാരണ സ്വയം പറഞ്ഞു ചെറുതാണ്. അല്ല അതല്ല, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ യാത്രയിൽ നമുക്ക് എവിടെങ്കിലൊക്കെ നമ്മൾ എത്തിപ്പെടണ്ടേ. അത് മാത്രമല്ല നമ്മൾ എവിടെങ്കിലൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ടീമിനെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ടീമുകൾ തമ്മിൽ അവരുടെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങളിപ്പോ നെക്സ്റ്റ് അടുത്ത മാസം ഞങ്ങൾ ISO ആകാൻ പോണ്. ISO അതും TUVD ആണ്. അവർ ഓഡിറ്റിംഗ് കഴിഞ്ഞു. അവര് ജർമ്മൻ ബേസ്ഡ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ നടപടിക്രമങ്ങളുടെ അവസാനത്തെ ഭാര്യയാണ് അതിന്റെ ഫുൾ ചാർജ്. നടപടിക്രമങ്ങൾ പൂർത്തി. ഒരു പക്ഷേ TUVയുടെ ഇന്ത്യയിലെ ഒരു പക്ഷേ ആദ്യത്തെ ISO കമ്പനി ആകാം നമ്മുടെ കേരളം. ഓക്കെ. ട്രാവൽസ് ഡിവിഷൻ, വിസ, അതുപോലെ തന്നെ ടിക്കറ്റിംഗ്, അങ്ങനെയുള്ള പിന്നെ FIT കസ്റ്റമൈസ് ടൂർ. ആളുകൾക്ക് ഗ്രൂപ്പ് അല്ലാതെ സംഘമല്ലാതെ പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ടൂറുകളാണ്. ചിലർക്ക് ഗ്രൂപ്പ്. നേതാവ് ഇവിടെ ടിക്കറ്റിംഗിന്റെ ചാർജ് അഖില അല്ലേ? അഖില വിജയ് ഭവ. താങ്ക് യു സർ. ഓക്കെ. FIT കസ്റ്റമൈസ് ടൂറിന്റെ ചാർജാണ്. ഓക്കെ. താങ്കൾ എന്തിനാ ചാർജാ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. നിങ്ങൾ നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ അറിഞ്ഞോ? നമ്മള് ഓക്കെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. വളരെ സന്തോഷം. അല്ലേ? ടീം മുഴുവൻ സപ്പോർട്ടാണ്. അപ്പൊ ഓക്കെ. അപ്പം നിങ്ങൾ
ഈ സ്ഥാപനവുമായിട്ട് മേൽക്കുമേൽ വളരട്ടെ അല്ലേ, അത് വേണം നമുക്ക് പറയാം. അപ്പൊ നമ്മളിനി അങ്ങയുടെ സപ്പോർട്ടൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. എല്ലാവർക്കും സന്തോഷം. താങ്ക് യു. ഓക്കെ ഓക്കെ, ഒരു കൈയോട് തരാം. താങ്കളെ നേതാവ് ബെന്നീസ് ട്രാവൽസ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വിജയൊക്കെ നന്നായിട്ട് പ്രോസസ് ചെയ്തോണം. ഓക്കെ. വിജയ ഇവിടെ മൊത്തം അടിപൊളിയാ. ആ പുകച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കി അല്ലേ? വിജയന് അതെ അതെ. ഞങ്ങളുടെ ആഗ്രഹം മറ്റേ യാത്രയിൽ, കാരണം വലിയ പാടാ. കുറച്ച് സമയമെങ്കിലും അങ്ങേക്ക് വരാൻ പറ്റിയാ വന്നേനെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോൺടാക്സിലെ അതൊരു ഭയങ്കര റിലാക്സേഷൻ നമുക്ക് കോൺടാക്സിലെ വലിയ പ്രശ്നമാണ് ഇപ്പൊ. മാത്രമല്ല ഇപ്പം ഇങ്ങനെ മാറിക്കല്ലേ. ഉപകാരം അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മൾ ഇതാ ഇപ്പോ സാധാരണ നമ്മൾ 24-ന്റെ ഒക്കെ ഓഫീസിൽ കയറുമ്പോ കിട്ടുന്ന ഒരു എനർജി ഇവിടെ നമ്മള് അപ്പോ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഷിഫ്റ്റ് കയറുന്നത് ഈ എനർജിയോടെയാണ്. അപ്പം നമ്മൾ ഈ താഴെ എസ്കൻ സാറിനെ സ്വീകരിച്ച ആ സമയം തൊട്ട് നമ്മളിവിടെ നിൽക്കുന്നവരെ ആ എനർജി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് ഒരു ഊർജ്ജമുള്ള സ്ഥാപനമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോ ഞാൻ ഈ സ്ഥാപനത്തെ പറ്റി ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് നോക്കിയപ്പോ ഒരു വിഷൻ 2030 അല്ലെ, മിഷൻ 2030 അങ്ങനെ ഒരു കർമ്മപദ്ധതിയുമായാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. വലിയ സന്തോഷം. അപ്പോ ഇതിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ ബെന്നി പണിക്കുളങ്ങര പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് എന്ന് വെച്ചാൽ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റുന്ന എല്ലായിടത്തേക്കും ആളുകളെ കൊണ്ടുപോകാം. അപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹം നേരിട്ട് ഈ എംബസികൾക്ക് കത്തയക്കും. നിങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് നേരിട്ട് അറിയിക്കും. അപ്പൊ അവര് അതിനോട് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ടിൽ പിടിച്ചിട്ട് അവിടേക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യും. അങ്ങനെ വളരെ സാഹസികമായ യാത്ര പ്ലാൻ ചെയ്യുന്നത് മുതൽ ആ സാഹസികതയുണ്ട്. അപ്പോ ഗാലപ്പാഗോസ് പോലുള്ള രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ ലോകത്തെ ശാസ്ത്രലോകത്തിന് മുഴുവൻ ചിരപരിചിതമായി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ അവിടെ ആ ദ്വീപ് സമൂഹങ്ങളിലേക്കൊക്കെ ആളെ കൊണ്ടുപോകാൻ സന്നദ്ധനാവുക, താല്പര്യമുള്ളവർക്ക് പോകാൻ അവസരം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു ബിസിനസ് എന്നതിനപ്പുറത്തേക്ക് അതില് ആ മേഖലയെ അവിടെ ഒരു പര്യവേഷണത്തിന്റെ മനസ്സോടെ ആ രാജ്യങ്ങളെ സമീപിക്കുന്നു എന്നത് അങ്ങേറ്റം സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഈ ചില ഫുട്ബോൾ നമ്മൾ IM വിജയൻ നമ്മളുടെ യാത്രയുടെ ആദ്യ ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഫുട്ബോളാണ് അദ്ദേഹത്തിന്റെ ലഹരി. താങ്കൾ പറയുന്നു യാത്രയാണ് താങ്കളുടെ ലഹരി എന്ന്. അപ്പോൾ ഇത്തരം ലഹരികൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഫുട്ബോള് ലഹരിയാകുന്നവർക്ക് അതാണ് ലഹരി എന്ന് അവർ ലോകത്തോട് പറയുന്നു. ചിലർക്ക് ക്രിക്കറ്റ് കളിക്കുക, അപ്പോൾ ക്രിക്കറ്റ് ആണ് അവരുടെ ലഹരി. അവര് ആ വഴിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. താങ്കൾക്ക് യാത്രയാണ് ലഹരി, ആ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോ ഇത്തരം ലഹരികളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന നമ്മളെ അധാർമിക വഴിയിലൂടെ കൊണ്ടുപോകുന്ന നമ്മളുടെ ജീവിതം തുലയ്ക്കുന്ന അത്തരം ലഹരികൾ മാറ്റിവെച്ച് വളരെ പോസിറ്റീവായ ലഹരികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരോടും ഒപ്പം ഞങ്ങളുണ്ടാകും. ഞങ്ങളുടെ സന്ദേശം അവരുടെ ലോകത്തെത്തിക്കും, അവരുടെ സന്ദേശം ഞങ്ങളുടെ ലോകത്തെത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ഉദ്യമങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണ, ഞങ്ങളുടെ സന്ദേശം ലഹരിക്കെതിരായ ഈ പോരാട്ടം SKN അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ 40 വർഷം പിന്നിടുമ്പോൾ ഈ ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി ഒരു യാത്ര നടത്തുന്നു. അതിന് നൽകുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിയ എല്ലാ സുമനസ്സുകളോടും 24-ന്റെ പേരിൽ, ഈ യാത്രയുടെ പേരിൽ, SKന്റെ പേരിലൊക്കെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. വലിയ സന്തോഷമുണ്ട്. ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ പറയാമുണ്ട് ഒരു കോളേജിലേക്ക് കടന്ന ഫീലായിരുന്നു. നമ്മളിതിനു മുമ്പും കോളേജുകളിലൂടെയൊക്കെ പോയി അവിടെയുള്ള ആവേശവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. അതൊരു ആളുകൾക്ക് സന്തോഷം നൽകുന്ന ഒരു ജോലി ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നമ്മളിവിടെ SKN എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. ഇവിടേക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ചിരിക്കുന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ ജോലിക്കിടയിൽ ഓരോ ദിവസവും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ അതിനിടയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ അസ്വസ്ഥത തന്നെയാണ് ഈ യാത്ര സംഘടിപ്പിക്കാനും ആ യാത്രയ്ക്കൊപ്പം ചേരാനും ഒക്കെയുള്ള ഞങ്ങളുടെ കരുത്ത്. കാരണം എത്രയോ വാർത്തകൾ ലഹരിയുമായി ബന്ധപ്പെട്ട്, ജീവിതങ്ങൾ തകർന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട്, അക്രമങ്ങൾക്കകത്തെ ലഹരിയുടെ റോളുമായി ബന്ധപ്പെട്ട്
അതിൽ വളരെ ജാഗ്രതയോടുകൂടി സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് തോന്നുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു യാത്രയും അതിന്റെ ഭാഗമായി ഞങ്ങളൊക്കെ വരുന്നത്. നിങ്ങളുടെ ലഹരി യാത്രയാവുന്നു എന്നുള്ളത് നമ്മുടെ വലിയ സന്തോഷമാണ്. അതിലെല്ലാവരും അതിന്റെ ഭാഗമാവട്ടെ. ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റട്ടെ. എല്ലാ ആശംസകളും. ഞങ്ങളിപ്പോ അന്റാർട്ടിക്കയിലേക്ക് ഞങ്ങൾ ഒരു സംഘത്തെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘത്തെ ലാൻഡ് ചെയ്യിച്ചു. അത് വലിയ അവരെ തിരിച്ചു കൊണ്ടുവന്നു. അത് വലിയ സന്തോഷമാണ്. ഇപ്പോ ഞങ്ങൾ ആർട്ടിക്കിലേക്ക് പോകുന്നു. ഞാനിത് ഒരു ബിസിനസ് എലമെന്റ് മാത്രമായിട്ടല്ല, യാത്ര എന്ന ഒരു വലിയ പാഷൻ കൊണ്ടുള്ള ഒരു വിധത്തിലാണ് ഞങ്ങളൊക്കെ കടന്നു വന്നത്. ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളവരും യാത്ര പാഷനായിട്ടുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ ബഹുമാന്യനായ പി ജെയിംസ് ആണ്. അപ്പൊ പുള്ളി അമേരിക്കയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പറയണോ? അപ്പൊ പി ജെയിംസിനും ഒരു നന്ദി. താങ്ക് യു ശ്രീ. താങ്ക് യു.